ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് മെഷീൻ ലേണിംഗ്, എന്താണ് അതിൻ്റെ സാധ്യതകൾ, എങ്ങനെയാണ് മെഷീൻ ലേണിങ്ങിനകത്ത് വർക്കിംഗ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എന്തായിരിക്കും ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് അതാണ്. നമ്മൾ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താണ്? നമുക്കൊരു ലേണിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇതൊക്കെ? എവറിത്തിങ് നമ്മൾ ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രം അവർ എക്സ്പീരിയൻസസ്. ഇത്രയും കാലം കൊണ്ട് നമുക്ക് ഓരോ കാര്യത്തിലും വരുന്ന എക്സ്പീരിയൻസസിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അതാണ് മനുഷ്യൻ്റെ കാര്യം. എന്നാൽ കമ്പ്യൂട്ടേഴ്സ്, മെഷീൻസ് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്? അതിനൊന്നും ഒരിക്കലും സ്വന്തമായിട്ട് ഒരു ലേണിംഗ് ക്യാപ്പബിലിറ്റി ഇല്ല. അവിടെ നടക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സം ഇൻസ്ട്രക്ഷൻസ്, അതിൻ്റെ ബേസിൽ, അതായത് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഇത്തരം ഇൻസ്ട്രക്ഷൻസിൻ്റെ ബേസിലാണ് കമ്പ്യൂട്ടേഴ്സും മെഷീൻസൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു മെഷീനിന് ഈ ലേണിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതായത് എക്സ്പീരിയൻസിൽ നിന്നോ പാസ്റ്റ് ഡാറ്റയിൽ നിന്നോ മനുഷ്യൻ ചെയ്യുന്ന പോലെ ഈ മെഷീൻസും ലേൺ ചെയ്യുകയും പ്രഡിക്റ്റ് ചെയ്യുകയും ഡിസിഷൻസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ എന്താണ് പറയുന്നത്? ഐ ക്യാൻ ലേൺ എവറിത്തിങ് ഓട്ടോമാറ്റിക്കലി ഫ്രം എക്സ്പീരിയൻസ്. ക്യാൻ യു ലേൺ? എനിക്ക് എല്ലാം എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചെടുക്കാൻ കഴിയും, ലേൺ ചെയ്യാൻ കഴിയും. മെഷീൻ അപ്പോൾ എന്താ പറയുന്നത്? ഐ ക്യാൻ ഓൾസോ ലേൺ ഫ്രം പാസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻ ലേണിംഗ്. ഈ മെഷീൻ്റെ കേസിൽ വരുമ്പോൾ അതിന് മെഷീൻ ലേണിംഗ് എന്ന ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇത് പോസിബിൾ ആകുമെന്നാണ് പറയുന്നത്. ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സബ്സെറ്റ് തന്നെയാണ്. ഇതിനകത്ത് മെയിൻലി കൺസേൺ ചെയ്യുന്നത് അൽഗോരിതംസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു മെഷീൻ, അതിന് പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നോ അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റയിൽ നിന്നോ എങ്ങനെ ലേൺ ചെയ്യാം എന്നുള്ള അൽഗോരിതംസ് അല്ലെങ്കിൽ അത്തരം അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഈ മെഷീൻ ലേണിംഗ് എന്നുള്ള ടേം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആർത്തർ സാമുവൽ എന്നുള്ള ഒരു വ്യക്തിയാണ്. 1959 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? സം ട്രെയിനിങ് ഡാറ്റ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ബിൽഡ് ചെയ്യും. അതായത് സം അൽഗോരിതംസ് മെഷീനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് ഡാറ്റ, ട്രെയിനിങ് ഡാറ്റ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ബിൽഡ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അത് യൂസ് ചെയ്തുകൊണ്ടാണ് പ്രഡിക്ഷൻസ് മേക്ക് ചെയ്യുക, ഡിസിഷൻസ് മേക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അതിനുള്ള ഒരു അൽഗോരിതം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഡാറ്റ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പ്രഡിക്റ്റ് ചെയ്യും, ഡിസിഷൻസൊക്കെ ടേക്ക് ചെയ്യും. ഈ മെഷീൻ ലേണിങ്ങിനകത്ത് ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഇത്തരം പ്രഡിക്റ്റീവ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചില അൽഗോരിതംസാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ നിന്ന് അതൊക്കെ ലേൺ ചെയ്തിട്ട് പ്രഡിക്ഷൻസ് നടത്തും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ ഡാറ്റ അല്ലെങ്കിൽ കൂടുതൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ, പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടും. അങ്ങനെയാണ് മെഷീൻ ലേണിങ്ങിനകത്ത് നടക്കുന്നത്. ഇനി എന്താണ്? ഹൗ ഡസ് മെഷീൻ ലേണിംഗ് വർക്ക്? എങ്ങനെയാണ് മെഷീൻ ലേണിങ്ങിനകത്ത് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെഷീൻ ലേണിംഗ് സിസ്റ്റം ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ നിന്ന് എന്താണോ ആ ഡാറ്റയിൽ നിന്നുള്ള കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ലോജിക്ക് ലേൺ ചെയ്യുകയും പ്രിഡിക്ഷൻ മോഡൽസ് ബിൽഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ പുതിയ ഡാറ്റകൾ റിസീവ് ചെയ്യാൻ കഴിയുന്നോ അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്ന പോയിൻ്റ് ഇതിൻ്റെ അക്യുറസിയാണ്. എത്രത്തോളം അക്യുറേറ്റഡ് ആയിരിക്കും ഈ ഒരു ഔട്ട്പുട്ട് എന്നുള്ളതാണ് പിന്നീട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രഡിക്റ്റഡ് ആയിട്ടുള്ള ഈ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ഡാറ്റ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ജസ്റ്റ് 2
വർഷത്തെ കണക്കെടുത്തിട്ട് നമ്മളൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യുന്നതും ഒരു 10 വർഷം വരെയുള്ള കണക്കുകൾ എടുത്തിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതും അട്ടർലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് മെഷീൻ ലേണിങ്ങിനകത്തും നടക്കുന്നത്. എമൗണ്ട് ഓഫ് ഡാറ്റിനെ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് പ്രഡിക്ഷൻസ് അക്യുറേറ്റ് ആയിട്ട് വരിക. പിന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ മോഡൽ ബിൽഡ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും കഴിയും. അത് കൂടുതൽ അക്യുറേറ്റ് ആയിരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് പ്രോബ്ലമാണ് നമ്മളുടെ മുന്നിൽ വരുന്നത് എങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്ക് എന്ത് ചെയ്യണം? ചില പ്രഡിക്ഷൻസ് പെർഫോം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ കുറേ കോഡ് ഇങ്ങനെ റൈറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ മുന്നിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അൽഗോരിതത്തിലേക്ക് എന്ത് ചെയ്യുക? ഡാറ്റ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അൽഗോരിതത്തിൻ്റെ ഹെൽപ്പ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ മെഷീനിന് ലോജിക്ക് ബിൽഡ് ചെയ്യുകയും ഓരോ ഡാറ്റയ്ക്ക് അനുസരിച്ച് അത് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും കഴിയും. ഇങ്ങനെയുള്ള ഇത്തരം മെഷീൻ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് ഓരോ പ്രോബ്ലത്തെക്കുറിച്ചും നമ്മൾ തിങ്ക് ചെയ്യുന്ന രീതി തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. മറ്റേ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഡാറ്റ പാസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസോ അൽഗോരിതംസോ ഒന്നും ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡാറ്റ പാസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുള്ളൂ. അപ്പോൾ ഹ്യൂമണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാസ്ക് കുറയുകയും ചെയ്യും. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡസ് മെഷീൻ ലേണിംഗ് വർക്ക് എന്നുള്ളതിൻ്റെ ഒരു ഫിഗറാണിത്. എന്താ അവിടെ നടക്കുന്നത്? മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉണ്ട്. അതിലേക്ക് ഇൻപുട്ടായിട്ട് പാസ്റ്റ് ഡാറ്റ നമ്മൾ, അതായത് ട്രെയിനിങ് ഡാറ്റ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്താ നടക്കുന്നത്? ലേൺ ഫ്രം ഡാറ്റ, കൊടുത്തിട്ടുള്ള അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്യുകയും ലോജിക്കൽ മോഡൽസ് ബിൽഡ് ചെയ്യുകയും, നിങ്ങൾക്ക് അപ്പുറത്ത് കാണാം ബിൽഡിംഗ് ലോജിക്കൽ മോഡൽസ് ബിൽഡ് ചെയ്യുകയും പുതിയ ഡാറ്റ കൊടുക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ അവർക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആട്ടോ, കാരണം ഹൗ ഡസ് മെഷീൻ ലേണിംഗ് വർക്ക് എന്നുള്ളതിൻ്റെ ഫിഗറാണ്. അപ്പോൾ നിങ്ങൾ ഫിഗർ വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് നമ്മളിവിടെ മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞത്? നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷനാണ് തുടങ്ങിയത്. എന്തിനാണ് മെഷീൻ ലേണിംഗ്? അതായത് മനുഷ്യന് ലേണിംഗ് ക്യാപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യാൻ കഴിയുമെങ്കിൽ എങ്ങനെ കമ്പ്യൂട്ടേഴ്സിനും അത് പോസിബിളാണോ എന്ന് ചെക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു അൽഗോരിതം സെറ്റ് ചെയ്യണം. എന്നിട്ട് അൽഗോരിതത്തിലേക്ക് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കണം. എത്രത്തോളം എമൗണ്ട് ഓഫ് ഡാറ്റ പാസ് ചെയ്യുന്നോ അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിനെയും അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള ഒരു ഏരിയയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അത് ഫിഗർ സഹിതം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അൽഗോരിതത്തിലേക്ക് നമ്മൾ ട്രെയിനിങ് ഡാറ്റ പാസ് ചെയ്യും. എന്നിട്ട് ആ ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്തിട്ട് ലോജിക്കൽ മോഡൽസ് ബിൽഡ് ചെയ്യും. എന്നിട്ട് ഔട്ട്പുട്ട് ഡാറ്റ പ്രെഡിക്റ്റ് ചെയ്യും. ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റുകൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് റോളുള്ള, ഫ്യൂച്ചറിൽ ഒരുപാട് പോസിബിലിറ്റീസുള്ള, ഓപ്പർച്യൂണിറ്റീസുള്ള ഒരു ഏരിയയാണ് ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.